റീസെറ്റ് എന്ന ഡ്രാമയുടെ 8ാമത്തെ എപ്പിസോഡിന്റെ തുടക്കത്തിൽ മുമ്പത്തെ പോലൊരു ബാക്ക് സ്റ്റോറി കാണിക്കുകയാണ്. ജിയാവോ താമസിച്ചിരുന്ന പോലെയുള്ള ഒരു ഗ്യാരേജിലാണ് ബോംബുമായി വന്ന സ്ത്രീയും താമസിച്ചിരിക്കുന്നത്. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് അവിടെ ഒരു പൊട്ടിത്തെറിയും തീപിടുത്തവും ഒക്കെ സംഭവിച്ചിരുന്നു. വിവരമറിഞ്ഞ് അവരെ സഹായിക്കാനായി ഓടിക്കൂടിയവരുടെ കൂട്ടത്തിൽ ജിയാവോയും ഉണ്ട്. അവർ ചെല്ലുമ്പോൾ തീ അണഞ്ഞു കഴിഞ്ഞിരുന്നു. ആ സ്ത്രീ അവിടെ നിന്ന് തറ ക്ലീൻ ചെയ്യുകയാണ്. സഹായിക്കാൻ വന്നവരോട് നന്ദി പറഞ്ഞിട്ട് തൽക്കാലം സഹായം ആവശ്യമില്ല, ഷോർട്ട് സർക്യൂട്ടാണ് തീപിടുത്തത്തിന് കാരണം, ഇനി ഇങ്ങനെ സംഭവിക്കാൻ ശ്രദ്ധിക്കാം എന്നൊക്കെ ഉറപ്പ് നൽകിയവർ തിരിച്ചയക്കുന്നു. അതിനുശേഷം പൊട്ടിത്തെറി സമയത്ത് തെറിച്ചു വീണതിന്റെ അവശിഷ്ടങ്ങളൊക്കെ അവർ കഴുകി അടുത്തുള്ള ഓടയിലേക്ക് ഒഴിക്കുന്നുണ്ട്. ഇനി വീണ്ടും പ്രസന്റിലേക്ക് വരാം. ബസ്സിൽ സ്ഫോടനം നടക്കുന്നതിന് മുമ്പ് ഒരു കൊലപാതകം നടന്നിരുന്നു എന്ന് പറഞ്ഞ് പോലീസിന് കോൾ വന്നിരുന്നു. അതിനെക്കുറിച്ചുള്ള ചർച്ചകൾ നടന്നപ്പോൾ സ്ഫോടനത്തിന് പിന്നിലും ബസ്സിൽ നിന്നിറങ്ങിപ്പോയ ലിഷിയും ഹെയ്ൻ തന്നെ ആയിരിക്കുമോ എന്ന നിഗമനത്തിൽ അവർ എത്തുന്നു. കൂട്ടത്തിൽ അവർ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ ബസ്സിന്റെ വാതിക്കൽ വരെ വന്ന് എത്തി നോക്കിയ ജിയാവോയും അവർ സംശയിക്കുന്നു. അങ്ങനെ അവരെ മൂന്നുപേരെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് ഒക്കെ അവർ ശേഖരിക്കുന്നു. മാത്രമല്ല ലിഷിക്കും ഹെയ്നും വേണ്ടിയുള്ള അന്വേഷണവും തുടങ്ങുന്നു. അവരുടെ ഫോണിന്റെ GPS ലൊക്കേഷൻ ട്രാക്ക് ചെയ്ത് അവർ ഇപ്പോൾ ഒരു കോളനിയിലാണ് ഉള്ളത് എന്ന് പോലീസ് കണ്ടെത്തുന്നു. അങ്ങോട്ടേക്ക് പല സംഘങ്ങളായി അവർ അന്വേഷണത്തിന് പുറപ്പെടുന്നു. ലിഷിയും ഹെയ്നും ആ കോളനിയിലൂടെ ലക്ഷ്യമില്ലാതെ മുന്നോട്ട് നടക്കുകയാണ്. അവന്റെ ശരീരത്തിലൊക്കെ ബ്ലഡ് പറ്റിയിരിക്കുന്ന കാരണം പലരും അവനെ ശ്രദ്ധിക്കുന്നുണ്ട്. ലിഷിക്ക് നല്ല ടെൻഷൻ ഉണ്ടാകുന്നുണ്ടെങ്കിലും ഹെയ്ൻ അതൊന്നും ശ്രദ്ധിക്കുന്നതായി പോലും തോന്നുന്നില്ല. ആ കോളനിയിൽ അടുത്തടുത്ത് ബിൽഡിങ്ങുകളായതുകൊണ്ട് ക്യാമറകൾ കുറവാണ്. അതുകൊണ്ടാണ് അവർ ആ വഴി പോയിക്കൊണ്ടിരിക്കുന്നത്. അതേ കോളനിയുടെ മറ്റൊരു ഭാഗത്ത് ജിയാവോയെക്കുറിച്ച് അന്വേഷിക്കാനായി ജിയാങ്ങും സംഘവും എത്തുന്നുണ്ട്. കോളനിയുടെ മാനേജർ അവരെ ജിയാവോ താമസിച്ചിരുന്ന സ്ഥലത്തേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്നു. ബിൽഡിങ്ങിന്റെ ഓണറെ വിളിച്ച് സംസാരിച്ചും അയാൾ താമസിച്ചിരുന്ന മുറി തുറന്നു നോക്കിയും മറ്റും അവർ കിട്ടാവുന്നത്ര വിവരങ്ങൾ ശേഖരിക്കുന്നു. പക്ഷേ സംശയകരമായ രീതിയിൽ അവിടെ നിന്നവർക്ക് ഒന്നും ലഭിക്കുന്നില്ല. അവർ അവിടെ നിൽക്കുന്ന സമയത്ത് അതിൻ്റെ കുറച്ച് മുകളിലത്തെ ഭാഗത്തു കൂടി ലിഷിയും ഹെയ്നും പാസ് ചെയ്തു പോകുന്നുണ്ട്. കുറച്ച് മുന്നോട്ട് ചെന്ന ശേഷം ഒരു വീടിന്റെ മുൻവശത്തുണ്ടായിരുന്ന പൈപ്പിലെ വെള്ളം ഉപയോഗിച്ച് മുഖത്തെ ബ്ലഡ് കഴുകി വൃത്തിയാക്കാൻ അവൾ പറയുന്നു. അവൻ പക്ഷേ വല്ലാത്തൊരവസ്ഥയിലായിരുന്നു. അവിടെ എത്തിയപ്പോൾ തന്നെ അവൻ കുറെ വോമിറ്റ് ചെയ്യുന്നു. അതിനുശേഷം വെപ്രാളത്തോടെ കയ്യിലെയും മുഖത്തെയും ഒക്കെ ബ്ലഡ് കഴുകി കളയുന്നു. പിന്നെ പേടിച്ചതുപോലെ അവിടെ മാറി ഇരിക്കാൻ തുടങ്ങുന്നു. അവൻ്റെ കയ്യിലെ മുറിവിൽ നിന്ന് അപ്പോഴും ബ്ലഡ് ഒഴുകുന്നുണ്ട്. അറിയാതെയാണെങ്കിലും ഒരു കൊലപാതകം ചെയ്തതിൻ്റെ ഷോക്കിലാണ് അവൻ എന്ന് അവൾക്ക് മനസ്സിലാകുന്നു. നീ മനഃപൂർവ്വം ചെയ്തതല്ലോ, സാഹചര്യം കൊണ്ട് പറ്റിപ്പോയതല്ലേ, അവർ അല്ലെങ്കിലും മരിക്കാൻ ഉദ്ദേശിച്ചാണ് ബസ്സിൽ കയറിയതല്ലേ എന്നൊക്കെ പറഞ്ഞ് അവൾ അവനെ സമാധാനിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അവനൊന്നും ഉൾക്കൊള്ളാൻ തയ്യാറാകുന്നില്ല. ഇപ്പോൾ ഇങ്ങനെ ഇരിക്കാൻ സമയമില്ല, ഏത് നിമിഷവും പോലീസ് നമ്മളെ കണ്ടെത്താം, അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഇവിടെ നിന്ന് പോയേ പറ്റൂ എന്ന് പറഞ്ഞ് അവൾ അവനെ വിളിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ തുടങ്ങുന്നു. മുകളിലെ വഴിയിൽ പോലീസ് നിൽക്കുന്നത് കണ്ട് താഴേക്കാണ് അവർ പോയത്. ഇതിനിടയിൽ അവർ ആ പരിസരത്ത് എവിടെ ഉണ്ടെന്ന വിവരം ചീഫ് ജിയാങ്ങിനെ വിളിച്ചറിയിക്കുന്നു. അവൻ കൂടേണ്ടിരുന്ന പോലീസുകാർക്ക് നിർദ്ദേശം നൽകി അവരെ രണ്ടു വഴിക്കായി പറഞ്ഞയക്കുന്നു. ജിയാവോയുടെ സ്വഭാവത്തെക്കുറിച്ച് ഹൗസ് ഓണറോട് വീണ്ടും ചോദിക്കുന്ന കൂട്ടത്തിലാണ് അയാൾ ഒരിക്കലും മോശം സ്വഭാവം ഉണ്ടായിരുന്ന ആളല്ല. ഇവിടെ അടുത്ത് ഒരു തീപിടുത്തം ഉണ്ടായപ്പോൾ അവരെ സഹായിക്കാനും മുന്നേ ഓടിപ്പോയിരുന്നു. നല്ല പ്രവൃത്തികൾ ചെയ്തതിനുള്ള അവാർഡ് നേടിയെടുക്കണം എന്നുള്ള ഉദ്ദേശത്തോടെയാണ് അങ്ങനെ ചെയ്തതെന്നാണ് എനിക്ക് തോന്നുന്നത് എന്നൊക്കെ അയാൾ പറഞ്ഞത്. തീപിടുത്തത്തെക്കുറിച്ച് കേട്ടപ്പോൾ അതിനെക്കുറിച്ച് ജിയാങ് കൂടുതൽ ചോദിക്കുന്നു. ആരോടും അടുപ്പമില്ലാത്ത ഒരു പ്രത്യേക സ്വഭാവമുള്ള സ്ത്രീയാണ് അവിടെ താമസിച്ചിരുന്നത്. അടുത്തിടെ അവിടെ ഒരു പൊട്ടിത്തെറിയും തീപിടുത്തമൊക്കെ ഉണ്ടായിരുന്നു എന്ന് കോളനിയുടെ മാനേജർ അവനെ അറിയിക്കുന്നു. പൊട്ടിത്തെറി നടന്നിരുന്നു എന്ന് കേട്ടപ്പോൾ ബസ്സിലെ യാത്രക്കാരുടെ കൂട്ടത്തിലുണ്ടായിരുന്ന അവരുടെ ഫോട്ടോ മാനേജറെ കാണിച്ചു കൊടുത്തിട്ട് അവർ തന്നെയാണോ ആ സ്ത്രീ എന്ന് ഉറപ്പിക്കുന്നു. അവർ തന്നെയാണ്, പേര് താപ എന്നാണ് അറിഞ്ഞപ്പോൾ അവർ താമസിച്ചിരുന്ന സ്ഥലം ഒന്ന് കാണിച്ചു തരാൻ അവൻ അവരോട് ആവശ്യപ്പെടുന്നു. അങ്ങനെ അവർ അവനെ അവിടേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്നു. ഈ സമയത്ത് ചീഫും സംഘവും ആ കോളനിയുടെ അടുത്ത് എത്തുന്നുണ്ട്. അവരും പല വഴിക്ക് അന്വേഷണം തുടങ്ങുന്നു. ഓഫീസിലുള്ളവർ അവരുടെ ഫോൺ ട്രാക്ക് ചെയ്ത് ലൊക്കേഷൻ അവർക്ക് അയച്ചു കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. ജിയാങ് താവോ താമസിച്ചിരുന്ന ഗ്യാരേജിന് മുന്നിലെത്തിയെങ്കിലും അതിന്റെ കീ അവിടെ ആരുടെയും കൈവശം ഉണ്ടായിരുന്നില്ല. മാനേജർ ഓഫീസിലേക്ക് വിളിച്ച് കീ എടുപ്പിക്കാൻ തുടങ്ങിയപ്പോഴേക്കും ലിഷിയുടെയും ഹെയ്ൻ്റെയും ലേറ്റസ്റ്റ് ലൊക്കേഷൻ ജിയാങ്ങിന് അയച്ചു കൊടുത്തിട്ട് ചീഫ് അവനെ വിളിക്കുന്നു. അവൻ നിൽക്കുന്നതിൻ്റെ അടുത്ത് തന്നെ ആയതിനാൽ ഞങ്ങൾ തിരിച്ചു വരുന്നവരെ ഈ മുറിയുടെ അടുത്തേക്ക് ആരെയും അടുപ്പിക്കരുതെന്ന് മാനേജർക്ക് നിർദ്ദേശം നൽകിയിട്ട് ജിയാങ് അവരെ അന്വേഷിച്ചു പോകുന്നു. അവർ ഈ സമയം ഒരു റോഡിന് മുന്നിലെത്തിയിരുന്നു. തിരക്കില്ലാത്ത ഭാഗത്തേക്ക് പോകാമെന്ന് പറഞ്ഞ് ലിഷി അവനെയും കൊണ്ട് ഒരു വശത്തേക്ക് നീങ്ങെങ്കിലും നീ ആരെയും കൊന്നിട്ടില്ല, അതുകൊണ്ട് ഇങ്ങനെ ഒളിച്ചു നടക്കേണ്ട കാര്യമില്ല, നിന്നെ ആരും ഒന്നും ചെയ്യാൻ പോകുന്നില്ല എന്ന് പറഞ്ഞ് അവൻ അവളുടെ കയ്യിൽ പിടിവിട്ടിട്ട് മറുവശത്തേക്ക് ഓടുന്നു. അവൻ്റെ കയ്യിലെ ബ്ലഡ് ഇതിനിടയിൽ അവിടെ നിന്നുണ്ടായിരുന്ന ഭിത്തിയിൽ പറ്റിയിരുന്നു. ലൊക്കേഷൻ നോക്കി അവർക്ക് പുറകെ എത്തിയ ചീഫ് അത് കാണുന്നുണ്ട്. അപ്പോഴേക്കും അവർ വേഗത്തിൽ മൂവ് ചെയ്ത് തുടങ്ങിയിരിക്കുന്നതായി അവർക്ക് മനസ്സിലാക്കുന്നു. അങ്ങനെ അവർ വണ്ടിയിൽ ഫോളോ ചെയ്യാൻ തുടങ്ങുന്നു. ലിഷിയും ഹെയ്നും കുറേ പ്രതിമകളുമായി പോകുന്ന ഒരു ട്രക്കിനുള്ളിലായിരുന്നു ഈ സമയം. ഹെയ്ൻ അവളെ ഒഴിവാക്കി പോകാൻ ശ്രമിച്ചെങ്കിലും എന്ത് വന്നാലും ഒരുമിച്ച് നേരിടാൻ തീരുമാനിച്ച അവൾ അവൻ്റെ പുറകെ തന്നെ പോയതാണ്. വണ്ടിക്കുള്ളിൽ ഇരിക്കുമ്പോഴും അവൻ അതിന് അവളെ കുറ്റപ്പെടുത്തുന്നുണ്ട്. ഇത് അവസാനത്തെ ലൂപ്പാണെങ്കിൽ തനിക്കിനി എല്ലാ കാലവും ഒരു കൊലപാതകയായി ജീവിക്കേണ്ടി വരും. ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയില്ല. വെറുതെ അവളെ കൂടി ഇതിലേക്ക് വലിച്ചിഴക്കുന്നത് എന്തിനാണെന്ന് ചിന്തിച്ചാണ് അവൻ അവളെ ഒഴിവാക്കാൻ ശ്രമിക്കുന്നത്. ഇത് അവസാനത്തെ ലൂപ്പാക്കാൻ സാധ്യതയില്ല. കഴിഞ്ഞ ലൂപ്പിലും സമയം പിന്നിലേക്ക് പോരുന്നില്ല. ബോംബ് ബസ്സിനുള്ളിൽ കയറുന്ന സമയം മുതലാണ് ലൂപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതുകൊണ്ടാണ് സമയം പുറകിലേക്ക് പോകാതിരുന്നത്. നമുക്കെന്തായാലും തിരികെ പോകാൻ കഴിയും എന്നൊക്കെ പറഞ്ഞ് അവൾ അവനെ സമാധാനിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അവൻ പക്ഷേ ഫോൺ വഴിയിൽ വലിച്ചെറിഞ്ഞിട്ട് പോലീസ് നമ്മളെ കണ്ടെത്തുകയാണെങ്കിൽ നിനക്കിതുമായി യാതൊരു ബന്ധവുമില്ല, ഞാൻ നിന്നെ ഭീഷണിപ്പെടുത്തി കൊണ്ടുവന്നതാണെന്നേ പറയാവൂ എന്നവൻ പറയുന്നു. അവർ അത് എങ്ങനെ വിശ്വസിക്കാനാണ്? നമ്മൾ ഒരുമിച്ച് ബസ്സിൽ നിന്ന് ഇറങ്ങുന്നത് അവർ കണ്ടു കാണുമല്ലോ. നീ എന്താണ് എന്നെ ഒഴിവാക്കാൻ നോക്കുന്നത്? നമ്മൾ ഒരുമിച്ച് ഇത് ഫേസ് ചെയ്യാം എന്ന് പറഞ്ഞിരുന്നല്ലേ. ഉറങ്ങാൻ ഏതെങ്കിലും സ്ഥലം കണ്ടെത്തി ഉറങ്ങുകയാണ് നമ്മളാകെ ചെയ്യേണ്ടത്. അതോടെ എല്ലാം പഴയതുപോലെയാകും. പിന്നെ നീ എന്തിനാണ് ഇങ്ങനെ പേടിക്കുന്നതെന്ന് അവൾ ചോദിക്കുന്നു.
എല്ലാം പഴയതുപോലെ ആയാലും ഒരാളെ കൊന്ന ഓർമ്മകൾ എൻ്റെ മനസ്സിൽ നിന്ന് മായാൻ പോകുന്നില്ല. എനിക്കതിൽ നിന്ന് ഒരിക്കലും രക്ഷപ്പെടാൻ കഴിയില്ല. അതെപ്പോഴും എന്നെ വേട്ടയാടിക്കൊണ്ടിരിക്കും എന്നവൻ വിഷമത്തോടെ പറയുന്നു. അവനെ എങ്ങനെയാണ് സമാധാനിപ്പിക്കേണ്ടതെന്ന് അവൾക്ക് ഒരു പിടിയും കിട്ടുന്നില്ല. നീ ബസ്സിൽ നിന്ന് ഇറങ്ങാൻ തീരുമാനിച്ച് പുറത്തേക്ക് ഇറങ്ങിയതല്ലേ, പിന്നെ എന്തിനാണ് തിരികെ വന്നത് എന്ന് അവൾ അവനോട് ചോദിക്കുന്നു. അതിനവൻ ഉടനെ മറുപടിയൊന്നും നൽകുന്നില്ല. ജിയാങ്ങും ചീഫും അവർ പോയ വഴിയിലൂടെ വണ്ടിയിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. അന്വേഷണത്തിൽ കണ്ടെത്തിയ വിവരങ്ങളൊക്കെ ജിയാങ് അദ്ദേഹത്തോട് പറയുന്നു. താവയുടെ താമസ സ്ഥലത്തുണ്ടായ സ്ഫോടനത്തെക്കുറിച്ച് പറയുന്നുണ്ട്. ലിഷി ചോദിച്ചതിന് കുറച്ച് കഴിഞ്ഞാണ് ഹെയ്ൻ മറുപടി നൽകിയത്. കഴിഞ്ഞ ലൂപ്പിൽ നിന്നെ ഉപദ്രവിച്ചതുപോലെ അവർ നിന്നെ ഉപദ്രവിക്കാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ തിരിച്ചു വന്നത് എന്നവൻ പറഞ്ഞപ്പോൾ അവൻ തൻ്റെ കാര്യത്തിൽ ശരിക്കും കെയർ ചെയ്യുന്നുണ്ട് എന്ന് അവൾക്ക് മനസ്സിലാകുന്നു. അവൾ ബാഗിലുണ്ടായിരുന്ന ഫോൺ എടുത്ത് പുറത്തേക്ക് എറിഞ്ഞിട്ട് എന്തൊക്കെ സംഭവിച്ചാലും നിന്റെ കൂടെ തന്നെ നിൽക്കാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് എന്ന് പറയുന്നു. ലൊക്കേഷൻ നോക്കി അവരെ ഫോളോ ചെയ്ത് വന്നുകൊണ്ടിരുന്ന ചീഫ് സംഘവും ഫോൺ വലിച്ചെറിഞ്ഞ സ്ഥലത്തെത്തിയപ്പോൾ നിൽക്കുന്നു. അവിടെ നടത്തിയ തിരച്ചിലിൽ അവർ ഫോൺ കണ്ടെടുക്കുന്നു. ഇനി എങ്ങോട്ടേക്കാണ് പോകേണ്ടതെന്നറിയാതെ അവർ ഒന്ന് കൺഫ്യൂഷൻ ആകുന്നുണ്ട്. ലിഷിയും ഹെയ്നും കയറിയ ട്രക്ക് ആനിമേ സിറ്റിയിലേക്കാണ് പോയത്. ആ സ്ഥലം കണ്ടപ്പോൾ ലൂഡിയുടെ സീക്രട്ട് പ്ലേസ് അവിടെയാണെന്ന് ഹെയ്നു മനസ്സിലാകുന്നു. വണ്ടി നിർത്തി പുറത്തേക്ക് ഇറങ്ങിയ ഡ്രൈവർ അവർ പുറകിൽ നിന്ന് ഇറങ്ങുന്നത് കണ്ട് നിങ്ങൾ എന്തിനാണ് വണ്ടിയിൽ കയറിയതെന്ന് ചോദിച്ച് അടുത്തേക്ക് ചെല്ലുന്നുണ്ടെങ്കിലും അവർ മറുപടിയൊന്നും പറയാതെ അവിടെ നിന്ന് ഓടിപ്പോകുന്നു. ലൂഡിയുടെ സ്ഥലത്തേക്കാണ് അവർ പോയത്. ചീഫ് സംഘവും അന്വേഷണം വഴിമുട്ടിയ സ്ഥലത്ത് കൂടി പാസ് ചെയ്ത് പോയ വണ്ടികൾ CCTVയിലൂടെ പരിശോധിക്കുകയായിരുന്ന സുപ്പീരിയറിന് ആ സമയത്ത് അതുവഴി പാസ് ചെയ്ത് പോയൊരു ട്രക്ക് മാത്രമാണെന്ന് കണ്ടെത്താൻ കഴിയുന്നു. അങ്ങനെ അതിൻ്റെ ഡീറ്റെയിൽസ് അവർ കളക്ട് ചെയ്യാൻ തുടങ്ങുന്നു. വണ്ടിയിൽ നിന്ന് സാധനങ്ങൾ ഇറക്കാൻ തുടങ്ങിയായിരുന്ന ട്രക്ക് ഡ്രൈവർ അതിനുള്ളിൽ ബ്ലഡ് പറ്റിയിരിക്കുന്നത് കണ്ട് ഈ സമയം ആകെ ഷോക്കാകുന്നുണ്ട്. ലുഡിയുടെ സ്ഥലത്തെത്തിയ ഹെയ്ൻ ഡ്രസ്സിലും കയ്യിലുമൊക്കെ ഉണ്ടായിരുന്ന ബ്ലഡ് കഴുകിക്കളയാനുള്ള ശ്രമത്തിലാണ്. അവൻ്റെ മുറിവിൽ വെക്കാനുള്ള എന്തെങ്കിലും മരുന്നോ മറ്റോ അവിടെ നിന്ന് കിട്ടുമോ എന്ന് തിരയുകയാണ് ലിഷി. പക്ഷേ അവൾക്കതൊന്നും കണ്ടെത്താൻ കഴിയുന്നില്ല. മുറിവിലേക്ക് വെള്ളം ഒഴിക്കുന്നിടയിൽ അവൻ വേദന കൊണ്ട് പുളയുന്നത് അവൾ ശ്രദ്ധിക്കുന്നു. 1-2 ചെറിയ കുടുക്കകൾ മാത്രമാണ് അവൾക്ക് അവിടെ നിന്ന് കണ്ടെത്താൻ കഴിഞ്ഞത്. അതിലെ ക്യാഷ് ഉപയോഗിച്ച് അവൻ്റെ മുറിവിൽ വെക്കാനായി മരുന്ന് വാങ്ങാൻ അവൾ പുറത്തേക്ക് പോകാൻ തുടങ്ങുന്നു. പക്ഷേ പോലീസിൻ്റെ കണ്ണിൽപ്പെടും എന്ന് പറഞ്ഞ് അവൻ സമ്മതിക്കുന്നില്ല. ഇനിയും നിന്റെ മുറിവിൽ മരുന്ന് വെച്ചില്ലെങ്കിൽ അത് ഇൻഫെക്ഷൻ ആവാൻ സാധ്യതയുണ്ടെന്ന് പറഞ്ഞ് അവൾ നിർബന്ധം പിടിച്ചെങ്കിലും അവൻ പുറത്തേക്ക് പോകാൻ അനുവദിക്കുന്നില്ല. അപ്പോഴാണ് ലൂഡിയുടെ ഒരു വിഗും അതിന് ചേരുന്ന ഒരു ഡ്രസ്സും അവിടെ കിടക്കുന്ന അവൾ കണ്ടത്. അതും തിരിച്ച് അവൾ പുറത്തേക്ക് പോകുന്നു. ഇപ്പോൾ അവളെ കണ്ടാൽ ആരും പെട്ടെന്ന് തിരിച്ചറിയില്ല. ഒരു ഫാർമസിയിൽ ചെന്ന് മുറിവിൽ വെക്കാൻ വേണ്ടി അത്യാവശ്യം മരുന്നുകളൊക്കെ വാങ്ങുന്നു. ആ സമയത്ത് അവിടെ TV-യിൽ അവരെ ടെററിസ്റ്റുകളായി കാണിച്ചുകൊണ്ടുള്ള ഒരു ന്യൂസ് അവൾ കാണുന്നു. അത് കണ്ടപ്പോൾ അവൾ കുറച്ച് ഷോക്കാകുന്നുണ്ട്. പേയ്മെന്റ് നൽകാൻ നേരം അവൾ ചില്ലറകളെല്ലാം കൂടി പെറുക്കി വെക്കുന്നത് കൊണ്ട് അവിടെ ഉണ്ടായിരുന്ന ആൾ കുറച്ച് അത്ഭുതപ്പെടുന്നു. ഉറങ്ങാനുള്ള മരുന്നും കൂടി വാങ്ങിച്ചുകൊണ്ടാണ് അവൾ പോയത്. ഇതിനിടെ ട്രക്ക് ഡ്രൈവറെ കോൺടാക്ട് ചെയ്ത് ചീഫ് അവിടെ എത്തി അയാളിൽ നിന്ന് വിവരങ്ങൾ ശേഖരിക്കുകയാണ്. മരുന്നുമായി വന്ന ലിഷി അദ്ദേഹത്തെ കണ്ടൊന്ന് സംശയിച്ചെങ്കിലും മുന്നോട്ട് തന്നെ പോകുന്നു. പാസ് ചെയ്ത് പോയ അവളെ അദ്ദേഹം ശ്രദ്ധിക്കുന്നുണ്ട്. പക്ഷേ ആനിമേ സിറ്റിയിൽ അങ്ങനെയുള്ള വേഷത്തിലുള്ളവർ ധാരാളം ഉള്ളതുകൊണ്ട് അദ്ദേഹത്തിന് സംശയമൊന്നും തോന്നുന്നില്ല. ലൂഡിയുടെ മുറിയിലുണ്ടായിരുന്ന ടാബിൽ തങ്ങൾ ടെററിസ്റ്റുകളാണെന്ന രീതിയിലുള്ള വാർത്തകൾ ഹെയ്ൻ കണ്ടുകൊണ്ടിരിക്കുമ്പോഴാണ് ലിഷി തിരികെ ചെന്നത്. പോലീസ് ഇവിടെ എത്തിയിട്ടുണ്ട്, അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഇവിടെ നിന്ന് പുറത്ത് കടക്കണം എന്ന് പറഞ്ഞ് അവന് പറ്റിയ ഒരു ഡ്രസ്സ് അവൾ മുറിയിൽ നിന്ന് തിരഞ്ഞെടുക്കുന്നു. പക്ഷേ ന്യൂസ് കൂടി കണ്ടതോടെ ഒന്നുകൂടി ടെൻഷനായ ഹെയ്ൻ പോലീസിൽ കീഴടങ്ങിയാലോ എന്നുള്ള ആലോചനയിലാണ്. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ മുമ്പത്തേക്കാൾ കൂടുതൽ കഠിനമായിരിക്കും ചോദ്യം ചെയ്യലുകൾ. അത് ഫേസ് ചെയ്യാൻ നമുക്ക് കഴിയില്ല. നമ്മൾ പറയുന്നത് നമ്മൾ വിശ്വസിക്കാൻ പോകുന്നില്ല. അതുകൊണ്ട് അതിനെക്കുറിച്ച് ആലോചിക്കേണ്ട എന്ന് അവൾ പറയുന്നു. ഫോണിലുള്ള അവരുടെ ഫോട്ടോ കാണിച്ചുകൊണ്ട് ആ സിറ്റിയിലുള്ള പലരോടും അന്വേഷിച്ച് നടക്കുന്നിടയിൽ ഒരു സ്ലീപ്പറിൻ്റെ അടുത്ത് നിന്ന് അവർ അവിടെയുള്ള ഒരു ബിൽഡിങ്ങിലേക്ക് കയറിപ്പോയി എന്ന് ചീഫിന് വിവരം കിട്ടുന്നു. അങ്ങനെ അവർ ലൂഡിയുടെ താമസ സ്ഥലത്ത് എത്തുന്നു. പക്ഷെ അപ്പോഴേക്കും ഹെയ്നും ലിഷിയും മറ്റൊരു ഡോറിലൂടെ അവിടെ നിന്ന് രക്ഷപ്പെട്ട് കഴിഞ്ഞിരുന്നു. അതുവഴി ടെറസിലെല്ലാം അവർ അന്വേഷണം തുടങ്ങുന്നു. കുറേ ബിൽഡിങ്ങുകൾക്ക് അപ്പുറത്തൊരു ടെറസിൽ അവൻ്റെ മുറിവിൽ മരുന്ന് വയ്ക്കുകയായിരുന്നു അവൾ. ലുഡിയുടെ ടാബും അവരുടെ കൈവശമുണ്ട്. ഹെയ്ൻ അപ്പോഴും അവരെക്കുറിച്ചുള്ള ഓരോ ന്യൂസുകൾ അതിൽ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഗെയിം ഡിസൈനറായ അവൻ പുതുതായി ചെയ്ത ഒരു ഗെയിമിനെക്കുറിച്ചുള്ള വിമർശനങ്ങളാണ് കൂടുതലും അതിൽ പറഞ്ഞുകൊണ്ടിരുന്നത്. അവൻ ടെററിസ്റ്റ് ആയതുകൊണ്ട് ആ ഗെയിമിൽ കൂടുതലും ബ്ലഡി ആയിട്ടുള്ള കാര്യങ്ങളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതുകൊണ്ടാണ് അതിന് ഇതുവരെ അപ്രൂവൽ കിട്ടാതിരുന്നതെന്ന രീതിയിലുള്ള വാർത്തകൾ കേട്ടപ്പോൾ ഇതിനൊന്നും ചെവി കൊടുക്കേണ്ട, അവർ വെറുതെ ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്നൊക്കെ അവൾ അവനെ സമാധാനിപ്പിക്കാനായി പറയുന്നു. കൂട്ടത്തിൽ അവൻ്റെ കയ്യിൽ നിന്ന് ടാബ് വാങ്ങി ഓഫ് ചെയ്ത് വെച്ചിട്ട് കയ്യിലുണ്ടായിരുന്ന ഉറങ്ങാനുള്ള ഗുളിക എടുത്ത് കഴിക്കുകയും ചെയ്യുന്നു. അവനും കുറച്ച് കൊടുക്കുന്നുണ്ടെങ്കിലും അവനത് കഴിക്കാത്തത് ചിന്തിച്ച ശേഷം ഇവിടെ സുരക്ഷിതമാണ്, നീ തൽക്കാലം ഇവിടെ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞിട്ട് എഴുന്നേറ്റ് അങ്ങോട്ട് പോകുന്നു. നീ എവിടെ പോവുകയാണെന്ന് ചോദിച്ചാൽ അവൾ പുറകെ ചെല്ലുന്നുണ്ട്. ചീഫ് സംഘവും അവരെ കണ്ടെത്താൻ കഴിയാതെ ആനിമേ സിറ്റിയിൽ നിന്ന് തിരികെ സ്റ്റേഷനിലെത്തിയപ്പോഴാണ് അപകടത്തിൽ മരിച്ചവരുടെ ബന്ധുക്കളുടെ കൂട്ടത്തിലുണ്ടായിരുന്ന ലൂഡിയുടെ അച്ഛൻ എൻ്റെ മകൻ മരിച്ചിട്ടില്ല എന്ന് പറഞ്ഞ് ബഹളം ഉണ്ടാക്കുന്നത് കണ്ടത്. ചീഫ് അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് ചെന്ന് വിവരം തിരക്കുന്നു. അപ്പോഴാണ് മകൻ്റെ ഇലക്ട്രോണിക് എക്യുപ്മെൻറ്റ്സ് ഇപ്പോഴും വർക്കിംഗ് ആണ്, അത് മൂവ് ചെയ്യുന്നുണ്ട്, അവൻ ആനിമേ സിറ്റിയിൽ നിന്ന് പുറപ്പെട്ട് എങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞ് അതിൻ്റെ ലൊക്കേഷൻ അദ്ദേഹം കാണിച്ചു കൊടുക്കുന്നു. ആനിമേ സിറ്റി എന്ന് കേട്ടതും ചീഫിനത് അവരായിരിക്കുമെന്ന് സംശയം തോന്നുന്നു. അങ്ങനെ അവർ അത് ട്രാക്ക് ചെയ്യാൻ തുടങ്ങുന്നു. ഹെയ്ൻ ഒഴിവാക്കാൻ നോക്കിയെങ്കിലും ലിഷിയും അവൻ്റെ പുറകെ തന്നെ ചെന്നിരുന്നു. അവൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിലേക്കാണ് അവർ പോയത്. പക്ഷേ വാർത്തകളിലൂടെ അവനെക്കുറിച്ചുള്ള തെറ്റായ വിവരങ്ങൾ അറിഞ്ഞിരിക്കുന്ന ഫ്രണ്ട് അവരെ കണ്ട ഉടൻ തന്നെ പോലീസിനെ വിളിക്കാൻ തുടങ്ങുന്നു. ഹെയ്ൻ അവനെ തടയുന്നുണ്ടെങ്കിലും അവൻ പറയുന്നതും വിശ്വസിക്കാൻ തയ്യാറാകാതെ ഫ്രണ്ട് അവനെ കുറ്റപ്പെടുത്തി ഭയങ്കരമായി ദേഷ്യപ്പെട്ട് സംസാരിക്കുന്നു. ഈ ലൂപ്പ് അവസാനിച്ചില്ലെങ്കിൽ ക്രിമിനലായ താൻ കാരണം അവൻ്റെ ഗെയിം കമ്പനി നശിക്കും എന്നുള്ളതുകൊണ്ട് പാർട്ട്ണർഷിപ്പിൽ നിന്ന് തന്നെ പൂർണ്ണമായി ഒഴിവാക്കുന്നതിനെക്കുറിച്ചൊക്കെ പറയാൻ വേണ്ടിയാണ് ഹെയ്ൻ വന്നത്. പക്ഷേ ഫ്രണ്ട് അതൊന്നും കേൾക്കാൻ പോലും തയ്യാറാകുന്നില്ല. അവൻ കാരണം ജീവിതം നശിച്ചു എന്ന രീതിയിലാണ് അയാൾ സംസാരിച്ചത്. അവസാനം ഞാൻ പോലീസിൽ കീഴടങ്ങിക്കൊള്ളാമെന്ന് പറഞ്ഞ് അവിടെ നിന്ന് അവളെ വിളിച്ചുകൊണ്ട് പോകുന്നു. അവർ പോയ ശേഷമാണ് ലൊക്കേഷൻ ട്രാക്ക് ചെയ്ത് ചീഫും സംഘവും അവിടെ എത്തിയത്. ടാബ് അവർ അവിടെ വെച്ച് മറന്നുകൊണ്ടാണ്
അവർ അവിടെ എത്തിയത്. അവർ വന്നിട്ട് പോയി എന്ന് അറിഞ്ഞപ്പോൾ ഫ്രണ്ടിനെ ചോദ്യം ചെയ്യാനായി കൂട്ടിക്കൊണ്ടു പോകുന്നു. അവിടെ ഇരുന്നിരുന്ന ടാബും ചീഫ് കണ്ടെടുക്കുന്നു. ലിഷിയും ഹെയ്നും ഒരു നദീതീരത്ത് ചെന്നിരിക്കുകയാണ്. ലൂപ്പ് ആവർത്തിക്കുകയാണെങ്കിൽ ചെയ്യേണ്ടതിനെക്കുറിച്ച് അവർ ഒരു പ്ലാൻ തയ്യാറാക്കുന്നുണ്ട്. ഉറക്കഗുളിക കഴിച്ചതുകൊണ്ട് അവൾക്ക് നന്നായി ഉറക്കം വരുന്നുണ്ട്. ഹെയ്ൻ പോലീസിന് പിടികൊടുക്കാൻ തന്നെയുള്ള തീരുമാനത്തിലാണ്. പക്ഷേ ഇത് അവസാനത്തെ ലൂപ്പാണെങ്കിൽ ഞാൻ അനുഭവിക്കുന്ന സ്വാതന്ത്ര്യത്തിൻ്റെ അവസാനത്തെ നിമിഷങ്ങൾ ആയിരിക്കും ഇത്. അതുകൊണ്ട് നീ ഉറങ്ങിക്കഴിഞ്ഞ ശേഷം മാത്രമേ ഞാൻ അവർക്ക് പിടികൊടുക്കുന്നുള്ളൂ എന്നവൻ പറയുന്നു. അവൻ അങ്ങനെ കീഴടങ്ങുന്നതോട് താല്പര്യമില്ലാത്തത് കൊണ്ട് അവൾ എഴുന്നേറ്റ് വെള്ളത്തിലൂടെ കുറച്ച് മുന്നോട്ട് നടക്കുന്നു. ഉറക്കം കളയുകയാണ് അവളുടെ ഉദ്ദേശം എന്നറിഞ്ഞപ്പോൾ അവൻ എഴുന്നേറ്റ് അവളുടെ അടുത്തേക്ക് ചെല്ലുന്നുണ്ട്. ആ ഒറ്റ ദിവസത്തെ പരിചയമുള്ളെങ്കിലും ഒരുമിച്ച് അനുഭവിച്ച പരീക്ഷണങ്ങൾ കാരണം രണ്ടുപേരുടെയും മനസ്സ് ഒരുപാട് എടുത്തിരിക്കുന്നു എന്ന് രണ്ടുപേരും തിരിച്ചറിയുന്നുണ്ട്. അവനെ ആശ്വസിപ്പിക്കാൻ അവളെ ചേർത്ത് പിടിക്കുന്നു. അവൻ്റെ നെഞ്ചിലേക്ക് ചാരിയെന്ന് അവൾ ഉറങ്ങിപ്പോകുന്നുണ്ട്. അതിനുശേഷം അവൻ അവളെ എടുത്ത് ഒരു ക്യാമറയ്ക്ക് മുന്നിൽ ചെന്ന് നിന്ന് പോലീസിന് പിടികൊടുക്കുന്നു. ഒരു ജയിൽപ്പുള്ളിയായി മാറിയതിനെക്കുറിച്ചുള്ള ദുർസ്വപ്നം കണ്ടുകൊണ്ടിരുന്ന അവനെ ലിഷി കുറേ തവണ വിളിച്ചിട്ടാണ് ഉണർന്നത്. നമ്മൾ അടുത്ത ലൂപ്പിൽ എത്തിയിരിക്കുന്നു എന്ന് അവൾ സന്തോഷത്തോടെ പറയുന്നു. അവൻ ആശ്വാസമാകുന്നുണ്ടെങ്കിലും മുമ്പൊന്നും ഇല്ലാതിരുന്ന പോലെ വല്ലാത്ത ക്ഷീണം അനുഭവപ്പെടുന്നുണ്ട്. അവൾ ഉറങ്ങിയ ശേഷം പോലീസിന് കീഴടങ്ങിയതും അവരുടെ വണ്ടിയിൽ ഇരുന്ന് ഉറങ്ങിപ്പോയതും അവൻ പറയുന്നു. നദീതീരത്തിരുന്ന് അവർ പ്ലാൻ ചെയ്തിരുന്നത് പോലെ എല്ലാവരെയും ബസ്സിൽ നിന്ന് ഇറക്കാൻ തന്നെ അവർ തീരുമാനിക്കുന്നു. അതിനായി ഫോണിൽ ഞങ്ങൾ പോലീസാണ്, ഇത് കാണുമ്പോൾ വെപ്രാളപ്പെടരുത്, ബസ്സിൽ ഒരാളുടെ കൈവശം ബോംബിരിപ്പുണ്ട്, അതുകൊണ്ട് ബസ് നിർത്തുമ്പോൾ പുറത്തിറങ്ങണമെന്ന് രണ്ടുപേരും ഫോണിൽ ടൈപ്പ് ചെയ്യുന്നു. അപ്പോഴാണ് ഡ്രൈവറുടെ കാര്യം എങ്ങനെയാണെന്ന് ലിഷി ചോദിച്ചത്. ബാക്കിയുള്ളവരെല്ലാം പുറത്തിറക്കാൻ കഴിഞ്ഞാലും ഡ്രൈവർ മാത്രം അപ്പോഴും ഉള്ളിൽ തന്നെ ആയിരിക്കും, അയാളെ രക്ഷിക്കേണ്ടേ എന്ന് അവൾ ചോദിക്കുന്നു. എന്തെങ്കിലും സംശയം തോന്നിയാൽ ഉടനെ തന്നെ ആ സ്ത്രീ ബോംബ് പൊട്ടിക്കാൻ സാധ്യതയുണ്ട് എന്ന് അവൻ പറയുന്നു. ഒരു തീരുമാനം എടുക്കാൻ കഴിയാതെ അവൾ കൺഫ്യൂഷനായിരിക്കുന്നത് കണ്ട് സമയം തീരെ കുറവാണ്, ചെയ്യുന്നുണ്ടെങ്കിൽ വേഗം ചെയ്യാൻ അവൻ പറയുന്നു. അങ്ങനെ രണ്ടുപേരും ഫോണുമായി യാത്രക്കാരെ ഓരോരുത്തരായി സമീപിക്കുന്നു. സംശയം തോന്നാതിരിക്കാൻ വേണ്ടി അടുത്ത സ്റ്റോപ്പിൽ കോളേജിന്റെ ഈവന്റ് നടക്കുന്നുണ്ട്, അതിൽ പങ്കെടുക്കാൻ താല്പര്യമുണ്ടോ എന്ന് ചോദിച്ചുകൊണ്ടാണ് ഫോൺ കാണിച്ചത്. അറിയുന്നവർ ഓരോരുത്തരും ഷോക്ക് ആകുന്നുണ്ടെങ്കിലും അവർ മെസ്സേജിൽ പറഞ്ഞതുപോലെ എല്ലാവരും ശാന്തരായിരിക്കാൻ ശ്രമിക്കുന്നു. ടാവോ സംശയത്തോടെ ശ്രദ്ധിക്കുന്ന കണ്ട് ലിഷി അവർക്കരികിൽ ചെന്ന് മുമ്പ് കോളേജിൽ നടന്ന ഒരു ഈവന്റിന്റെ ഫോട്ടോ കാണിച്ചുകൊണ്ട് അതിനെക്കുറിച്ചാണ് സംസാരിക്കുന്നത് എന്ന രീതിയിൽ അവർക്ക് താല്പര്യമുണ്ടെന്ന് ചോദിക്കുന്നു. സംശയം മാറിയപ്പോൾ താല്പര്യമില്ല എന്ന് പറഞ്ഞവർ തിരിഞ്ഞിരിക്കുന്നു. ബാക്കി എല്ലാവരും അവരോട് സഹകരിക്കാൻ തയ്യാറായെങ്കിലും ബ്ലോഗർ മാത്രം ഇത് തരികിട പരിപാടിയാണോ, നിങ്ങൾ ക്യാമറ എവിടെയെങ്കിലും ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ച് റിയാക്ട് ചെയ്യുന്നു. അത് കാരണം ഹെയ്ന് ബാക്കിയുള്ളവരുടെ അടുത്തേക്ക് പോകാൻ കഴിയുന്നില്ല. മുന്നിലെ സീറ്റിൽ ഹെഡ്ഫോൺ വെച്ചുകൊണ്ടിരിപ്പുണ്ടായിരുന്ന ആളുടെ അടുത്ത് ചെന്ന് മെസ്സേജ് കാണിച്ചത് ലിഷിയെ തന്നെയാണ്. അയാൾ വിശ്വാസം വരാത്തതുപോലെ ടാവോ ഇരിക്കുന്ന ഭാഗത്തേക്ക് നോക്കിയപ്പോൾ നോക്കരുതെന്ന് പറഞ്ഞ് അവൾ ആംഗ്യം കാണിക്കുന്നു. അയാൾക്കും വിശ്വാസമായപ്പോൾ ലിഷി ഡ്രൈവറുടെ അടുത്തേക്ക് നീങ്ങുന്നു. പക്ഷെ അത് റിസ്ക് ആയതുകൊണ്ട് തന്നെ ഹെയ്ൻ ഓടി അവളുടെ അടുത്തേക്ക് ചെന്ന് അവളെ തടയുന്നുണ്ട്. ടാവോയ്ക്ക് ഇതിനകം വീണ്ടും സംശയം തോന്നിയിരുന്നതിനാൽ അവർ അവരെ തന്നെ നോക്കിയിരിക്കുകയാണ്. അപ്പോഴേക്കും ബസ് അടുത്ത സ്റ്റോപ്പിലെത്തുന്നു. വണ്ടി നിർത്തിയപ്പോൾ തന്നെ ലിഷി പുറത്തേക്ക് ചാടി ഇറങ്ങി അകത്തേക്ക് കയറാൻ തുടങ്ങിയിരുന്ന ലൂഡിയെ തടയുന്നു. ബസ്സിലുണ്ടായിരുന്ന ബാക്കി യാത്രക്കാരും വെപ്രാളത്തോടെ പുറത്തേക്ക് ഇറങ്ങുന്നുണ്ട്. ഹെയ്ൻ മാത്രം ഡ്രൈവറുടെ അടുത്ത് നിൽക്കുകയാണ്. അപ്പോഴേക്കും കാര്യം മനസ്സിലായ ടാവോ ട്രിഗർ പിടിച്ചു വലിച്ച് ബോംബ് പൊട്ടിക്കുന്നു. അങ്ങനെ ഇത്തവണയും ബോംബ് പൊട്ടിത്തെറിക്കുന്നിടത്ത് ഈ എപ്പിസോഡ് അവസാനിക്കുന്നു. നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്.